നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. മന്ത്രി ബിന്ദു കൃഷ്ണ ഒരു സ്ത്രീയാണെന്നൊരു പരിഗണന പോലും കൊടുക്കാതെ നടക്കുന്ന ആക്രമണങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് സ്വന്തം യൂത്തന്മാരിൽ നിന്നും. അതെ, മന്ത്രി എന്തോ അപരാധം, അതാണ് അങ്ങനെയാണ് ഫേസ്ബുക്ക് ഉണ്ട്, അപരാധമല്ല, മന്ത്രി എന്തോ അപരാധം കാണിച്ചു എന്നുള്ള രീതിയിലൊക്കെ എഴുതി പിടിപ്പിക്കുന്നവരുണ്ട്. കാരണം വെള്ളാപ്പള്ളിയുടെ അവിടെ വളരെ നികൃഷ്ടമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് അപരാധം. അതെ, അപരാധം നമുക്ക് അശ്ലീല ചുവ കൂടിയുണ്ട്. അതെ, അതും സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ്. കാരണമുണ്ട്. ഈ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയി, വെള്ളാപ്പള്ളിയെ പോയി കണ്ടു, ക്ഷീരദിനത്തിൽ പോയി അനുഗ്രഹം. അതെ, ക്ഷീരദിനത്തിൽ പോയി കണ്ടു എന്നൊക്കെ അതിലൊരു ദ്വയാർത്ഥമുണ്ട്. ഈ കോൺഗ്രസ്സുകാരന്മാർ ആള് ചില്ലറക്കാരൊന്നുമല്ല, ജിണ്ടാന്മാരാണ്. ക്ഷീരദിന ആശംസകൾ നേരാൻ പോയി എന്നൊക്കെയാണ് അത് നെഗറ്റീവ്. വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഒരു വനിതാ മന്ത്രിയാണ്, ഒരിക്കലും മന്ത്രിയായില്ലെന്ന് കരുതിയ ഒരു സ്ത്രീ ജയിക്കുന്നു, അവിടെ മത്സരിക്കുന്നു, ജയിക്കുന്നു, മന്ത്രിയാകുന്നു. അതിൽ ചില ഉൾപാർട്ടി ചൊറിച്ചിലുകളുമുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഉൾപാർട്ടിയുണ്ട്, ജാതിയുണ്ട്, അങ്ങനെ പലതും. അതെ അതെ. മുഖ്യമന്ത്രി വി ഡി സതീശന് ഇല്ലാത്ത ആ ഒരു ചൊറിച്ചിൽ അല്ലെങ്കിൽ വി ഡി സതീശനോട് കാട്ടാത്ത ആ ഒരു അസഹിഷ്ണുത എന്തിനാണ് ബിന്ദു കൃഷ്ണ കാട്ടുന്നത്? നല്ല ഓർക്കോ, ആദ്യമായിട്ട് കേരള മുഖ്യമന്ത്രി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുതു, അല്ലേ? അതെ, അവിടെ ഇരിക്കട്ടെ. ഗുരുവായൂർ പോയി അദ്ദേഹം, അല്ലേ? 31 വർഷത്തിന് ശേഷം ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഗുരുവായൂർ പോയി കരുണാകരന് ശേഷം. അടുത്തത് അദ്ദേഹം വരാപ്പുഴ പോയി, പള്ളിയിൽ സീറോ മലബാർ സഭയിൽ പോയി. അതിന്റെ 19ഓളം ഇവിടെ തന്നെ മാർ ക്ലിമ്മീസിനെ കണ്ടു, ലത്തീൻ അതിരൂപതയിൽ പോയിരുന്നു. അതെ, അവിടെ ലത്തീൻ അതിരൂപതയിൽ അദ്ദേഹം നേരിട്ട് പോയി. ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുത്തപ്പോൾ ആ മന്ത്രി പോയി. അങ്ങനെ അത് പരിഹരിക്കാനുള്ള ചർച്ച നടത്തി. അതെ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് മൊത്തം അവിടെ പോയി. അവിടെ അടുത്തത് പാണക്കാട് തങ്ങളെ പാണക്കാട് വീട്ടിൽ ചെന്ന് കണ്ടാണ്. കോൺഗ്രസിൽ നിന്ന് ജയിച്ച എനിക്ക് തോന്നുന്നു 63 പേരും പോയി കണ്ട് അനുഗ്രഹം വാങ്ങി. അതെ, അത് വേണം, ആയിക്കോട്ടെ, നല്ലതാണ്. കാരണം തങ്ങളാണല്ലോ ആത്മീയ. അല്ലല്ല, അത് UDFന്റെ ഒരു പ്രമുഖ ഘടകകക്ഷിയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹം. പരമോന്നത നേതാവാണ്. ഇതിൽ എത്ര പേർ തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ ചെന്ന് ഒരു പൂ ഇട്ട് തൊഴുതവരുണ്ട്? തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതായത് ഫലം വരുന്ന വോട്ടെടുപ്പിന് മുമ്പ് പോയവരുണ്ട്. മകൻ പോയി, കെ മുരളീധരൻ പോയി, വേറെയും ചിലരൊക്കെ പോയി. അതെ, പക്ഷേ ഈ പറയുന്ന വീമ്പിളക്കുന്നവന്മാര്, അല്ലേ, കോൺഗ്രസിലെ നേതാക്കന്മാര്, വി ഡി സതീശൻ എല്ലായിടത്തും പോവാം. ഈ MLA-മാർക്കും മന്ത്രിമാർക്കും പാണക്കാട് കയറി ഇറങ്ങാം. പക്ഷെ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോകാൻ പാടില്ല. പോയല്ലേ ഉള്ളൂ. അവിടെ ചെന്ന് ലഗേജ് ഒന്നും എടുത്തുകൊണ്ട് വന്നില്ലല്ലോ. വെള്ളാപ്പള്ളിക്ക് അങ്ങോട്ട് അവാർഡൊന്നും കൊടുത്തില്ലല്ലോ. വെള്ളാപ്പള്ളിയോട് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണം എന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ആണെങ്കിൽ തന്നെ വെള്ളാപ്പള്ളി ഏതെങ്കിലും ഒരു കോൺഗ്രസ് സ്ഥാനത്ത് തോൽപ്പിച്ചോ? പണ്ട് VM സുധീനെ തോൽപ്പിച്ച ആരാണ്? ഓർമ്മയുണ്ടല്ലോ. 8 നിലയിൽ പൊട്ടിച്ചത് 6 ഡമ്മികളെയും കൊണ്ടുവച്ചിട്ടാണ് 8 നിലയിൽ പൊട്ടിച്ചു. അതിൽ ഒരു ഡമ്മി ഏതാണ്ട് 8000-ഓളം വോട്ട് പിടിക്കുകയും ചെയ്തു. ഒരു അപരൻ. ഇവിടെ ഇവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു അസുഖം. അല്ല, അതിൻ്റെ കാരണം ഈ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇതിന് ഏറ്റവും നല്ല മറുപടി കൊടുത്തത് G. സുധാകരനാണ്. ചെന്നിത്തല തുഷാർ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞ ദിവസം. പോയിരുന്നു. ചെന്നിത്തല വെള്ളാപ്പള്ളിയായിട്ട് വലിയ അടുപ്പമുള്ള ഒരു നേതാവാണ്. അപ്പൊ ചെന്നിത്തലയ്ക്കൊക്കെ പോവാം. അല്ല, ഇതിനകത്തുള്ള അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിന് G. സുധാകരനാണ് ഒരു നല്ല മറുപടി കൊടുത്തത്. അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ ബിന്ദു കൃഷ്ണയെ ആക്രമിക്കുന്നത് ആരാണ്? ബിന്ദു കൃഷ്ണയെ ഏറ്റവും കൂടുതൽ ഈ കാര്യവും പറഞ്ഞ് ആക്രമിക്കുന്നത് കുറേ യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ്. അവരുടെ പേരുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവരാരൊക്കെയാണ്, എന്താണ് ഇവരുടെ താല്പര്യം എന്ന് മനസ്സിലാവും. അതാണ് പാണക്കാട് തങ്ങളുടെ വീട് സന്ദർശിക്കാൻ പോകുന്നവർക്ക് ഇല്ലാത്ത ഒരു അയിത്തം വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ പോയ ബിന്ദു കൃഷ്ണയ്ക്ക് ചാർത്താൻ കാരണം. അത് നിസ്സാരമല്ല. ഇത് കോൺഗ്രസിനെ ലീഗ് വിഴുങ്ങുന്നു, കേരളത്തിലെ കോൺഗ്രസിനെ മുസ്ലിം ലീഗ് വിഴുങ്ങുന്നു എന്നൊരാക്ഷേപം നമ്മൾ പല കോണുകളിൽ നിന്ന് കേട്ടു. CPM-കാരാണെങ്കിൽ അതിങ്ങനെ പാടിപ്പതിഞ്ഞ് കിടക്കുകയാണ്. CPM-കാർക്ക് എന്തും ചെയ്യാം. കോൺഗ്രസ് ചെയ്യുമ്പോഴാണത് പ്രശ്നം, അല്ലെങ്കിൽ BJP ചെയ്യുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ സത്യത്തിൽ
കോൺഗ്രസ്സിനുള്ളിൽ ഈ പറയുന്നത് പോലെ ഒരു മുസ്ലിം ലീഗ് മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമി, PDP, അതുപോലെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി, ഇവർക്കെല്ലാം വലിയ സ്വാധീനമുണ്ട്. ഇപ്പം CPM-ൻ്റെ കൂടെ നിൽക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ്. അവര് UDF ആയിട്ട് സ്വല്പം തെറ്റി നിൽക്കുകയാണ്. കാരണം സീറ്റ് വീതം വെക്കലിലൊക്കെ ചില പ്രശ്നങ്ങൾ വരികയും അവരുടെ താല്പര്യങ്ങൾ മുസ്ലിം ലീഗ് പരിഗണിച്ചില്ല എന്നുള്ള പരാതിയും പരിഭവവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടുകാർ വളരെ പരസ്യമായിട്ട് തന്നെ CPM-ന് പിന്തുണ കൊടുക്കുന്ന കാഴ്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടതാണ്. എനിക്ക് തോന്നുന്നു കാസർഗോഡ് ജില്ലയിൽ ഒഴിച്ച്, കാസർഗോഡ് മഞ്ചേശ്വരത്തും കാസർഗോഡും അവർ വളരെ കൃത്യമായിട്ട് മുസ്ലിം ലീഗിന് പിന്തുണ കൊടുത്തു. കാരണം അത് വലിയ സമ്മർദ്ദം അതിന്റെ പുറകിലുണ്ടായിരുന്നു. അതൊരു അജണ്ടയായിരുന്നു. പട്ടിക തിരിച്ച് ടൈം ടേബിൾ പോലെ അല്ല, അത് മാത്രമല്ല, അത് കൃത്യമായിട്ടൊരു സമ്മർദ്ദമുണ്ട് അതിന്റെ പുറത്ത്. എന്നുവെച്ചാൽ ഇത് ഇവിടെ ഇവർക്കേ വോട്ട് ചെയ്യാവൂ എന്നൊരു ശക്തമായ സമ്മർദ്ദമായിരുന്നു. കാരണം ഇനിയിപ്പോൾ സമീപകാലത്തൊന്നും മഞ്ചേശ്വരത്ത് BJP ഏതാണ്ട് 10-20,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് തോറ്റിരിക്കുന്നത്. ഈ മുസ്ലിം ലീഗ് അവിടെ ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ CPM ഉപ്പുവെച്ച കലം പോലെ ഇല്ലാതായി. CPM-ന് കുറേ ഹിന്ദു വോട്ട് പിടിച്ച് നിർത്താൻ മാത്രമേ പറ്റുള്ളൂ. പാർട്ടി വോട്ട് കിട്ടുക മാത്രമാണ് ചെയ്തത്. 21,000 വോട്ടേ കിട്ടിയുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് ആ വോട്ട് കൂടെ BJPക്ക് വരും. കാരണം ഇപ്പുറത്തുനിന്ന് മുസ്ലിം വോട്ട് ഒന്നടങ്കം മുസ്ലിം ലീഗിലേക്ക് പോവുകയും CPM-കാരായ മുസ്ലിങ്ങൾ പോലും മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ ഹിന്ദുക്കൾ പരിപൂർണമായിട്ടും BJPക്ക് വോട്ട് ചെയ്യും. അതാണ് അവിടെ സംഭവിക്കണം. അപ്പോൾ അവിടെ കാസർഗോഡ് മഞ്ചേശ്വരത്തെ രാഷ്ട്രീയം ത്രികോണത്തിൽ നിന്ന് ഇരു ധ്രുവങ്ങളിലായിട്ട് രൂപീകരിക്കപ്പെട്ടു. BJP വേഴ്സസ് മുസ്ലിം ലീഗ്. അതവിടെ നിൽക്കട്ടെ, നല്ലതാണ്. അത് ഭാവിയിൽ കേരളം മുഴുവനും ആകും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ഇത്തരത്തിലുള്ള മുസ്ലിം സംഘടനകളുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ് കോൺഗ്രസ്സിൽ. അവരുടെ ഒരു പ്രഖ്യാപിത ശത്രുവാണ് വെള്ളാപ്പള്ളി നടേശൻ. കാരണം വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെയോ ഒരു ആൻറ്റി മുസ്ലിമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം മുസ്ലിം ലീഗിനെതിരെ പറയുന്നതും, നോക്കൂ, ഇതെല്ലാം പറയുമ്പോഴും മുസ്ലിം ലീഗുമായിട്ടും അതിലെ സമുന്നത നേതാക്കളുമായിട്ടും അതുപോലെ തന്നെ വലിയ മുസ്ലിങ്ങളായിട്ടുള്ള വ്യവസായികളുമായിട്ടും വളരെ ബന്ധമുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിൻ്റെ മകന് ഗൾഫിൽ വെച്ചൊരു ചെക്ക് കേസ് ഉണ്ടായപ്പോൾ അതിൽ ആദ്യം ഇടപെട്ടതാരാണ്? MA യൂസഫ് അലിയാണ്. തീർച്ചയായും അല്ലേ? അവിടെ അന്ന് MA യൂസഫ് അലി അതിന് പണം കെട്ടിവെച്ച് നഷ്ടപരിഹാരമൊക്കെ കെട്ടിവെച്ച് തുഷാറിനെ പിന്നെ ആ കേസിൽ നിന്ന് വിടുവിക്കാൻ വലിയ പരിശ്രമം നടത്തിയത് കേരളം മുഴുവനും കണ്ടതാണ്. അപ്പോൾ പക്ഷേ ആ വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെയോ ഇപ്പോൾ ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതാണ് ലീഗ് എന്നാൽ മതം, മതം എന്നാൽ ലീഗ്. അത് മാത്രമല്ല, അതാണ് അവിടെ. അല്ല, അത് മാത്രമല്ല അതിൻ്റെ ഒരു കാരണം. അത് ശരിയാണ്, താങ്കൾ പറഞ്ഞത് ഞാൻ യോജിക്കുന്നു. മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം, അത് ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് എന്ന് ഷാജി പ്രസംഗിച്ചതിനകത്ത് എല്ലാം ഉണ്ട്. ഞാൻ ഷാജിയെ പോലെ ഒരാൾ അങ്ങനെ പ്രസംഗിക്കുമെന്ന് ഞാൻ ഒട്ടും തന്നെ കരുതിയിരുന്നില്ല. അറിയാതെ ഉള്ളിലുള്ള അല്ല, അറിയാതെ അല്ല, ഷാജി പർപ്പസ്ഫുള്ളി പറഞ്ഞു തന്നെ. അത് പറയാതെ നിൽക്കാൻ പറ്റില്ല. അല്ല, ഉള്ളിലുള്ളത് പുറത്തു വരും. അത് ഉള്ളിലുള്ളത് പുറത്തു വന്നത് മാത്രമല്ല, അത് മനഃപൂർവ്വം പറഞ്ഞതാണെന്നേ ഞാൻ പറയുള്ളൂ. അതും ഷാജിയെ പോലെ ഒരാളത് പറഞ്ഞപ്പോൾ ഷാജിക്ക് എങ്ങനെ അകത്തൊന്ന് പുറത്തൊന്ന് എന്നുള്ള രീതിയിൽ രണ്ട് മുഖമുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഷാജി ഒരു നല്ല രാഷ്ട്രീയക്കാരനാണ്, നന്നായിട്ട് പ്രസംഗിക്കുന്ന, നന്നായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, നല്ല MLA എന്ന് പേരെടുത്ത ഒരാൾ തന്നെയാണ് ഷാജി. നമ്മൾ ആദ്യം പറഞ്ഞൊരു ഈ പ്രശ്നം മതമാണ്. അല്ല, അത് മതമാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഷാജിക്ക് പോലും അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഷാജിയെ എങ്ങനെയാണ് അതിനകത്ത് ചിത്രീകരിക്കുന്നത്? ഷാജി ഒരു ഹിന്ദുക്കളോട് കൂടുതൽ സഹകരിക്കുന്ന, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുന്ന, പോപ്പുലർ ഫ്രണ്ടിനെതിരെ പ്രസംഗിക്കുന്ന. ഷാജി പോപ്പുലർ ഫ്രണ്ടിനെതിരെ അതിരൂക്ഷമായി പ്രസംഗിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ നാഗശികാന്ത് ആക്രമിച്ചത് CPM-ഓ BJP-യോ അല്ല, ഷാജിയാണ് ഒരു കാലത്ത്. അത് കേരളം കണ്ടതാണ്, കേട്ടതാണ്. ആ ഷാജിക്ക് ഇന്ന് ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലത്തെ ഒരു നിലപാടെടുത്തില്ലെങ്കിൽ പറ്റില്ല. അതാണ് അവിടുത്തെ സാഹചര്യം. ഷാജി അതിന് നിർബന്ധിതനായിരിക്കുന്നു. അന്ന് ഒരു ഷാജി ഉണ്ടെങ്കിൽ ഇന്ന് 22 ഷാജിയെ പോലുള്ള MLA-മാരാണ് ഇപ്പോൾ ഒന്ന് UDF-ലുള്ളത്. ലീഗിൻ്റെ അല്ല, അത് ഞാൻ പറഞ്ഞത് അതാണ് സാഹചര്യം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്
അപ്പോൾ വെള്ളാപ്പള്ളി വാസ്തവത്തിൽ ചിത്രീകരിക്കപ്പെട്ട് കഴിഞ്ഞു മുസ്ലിം വിരുദ്ധനായിട്ട്. ആ വെള്ളാപ്പള്ളിയെ നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ കാണാൻ പോകുമ്പോൾ ആ വി ഡി സതീശനെതിരെയും വരുന്നുണ്ട് നരേറ്റീവുകൾ. പക്ഷേ അതിനത്ര ശക്തിയില്ല. കാരണം വി ഡി സതീശനാണ്, മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രി അങ്ങനെ ആക്രമിക്കുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് അതിന് മൂക്ക് കയറിടും. ആ ആക്രമണമായിട്ട് വരുന്നവനെ അവൻ്റെ മൂക്ക് ചെത്തി കോൺഗ്രസ് പണി കൊടുക്കും. അതുകൊണ്ട് അത് വലുതായിട്ട് രമേശ് ചെന്നിത്തല ഇനി ആക്രമിച്ചിട്ടും കാര്യമൊന്നുമില്ല. കാരണം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി. അടുത്ത തവണ അദ്ദേഹം മത്സരത്തിന് ഉണ്ടാകുമോ എന്ന് പോലും ആർക്കും ഉറപ്പില്ല, അല്ലേ? പിന്നെ വളർന്നു വരുന്നൊരു നേതാവാണ് ബിന്ദു കൃഷ്ണ. ബിന്ദു കൃഷ്ണ നേരത്തെ ഐ ഗ്രൂപ്പായിരുന്നു, ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ കൂടെയാണ്. അപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ കൂടെയുള്ളവരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുക എന്നുള്ളത് ചിലരുടെ ആവശ്യമാണ്. ഞാനത് വി ഡി സതീശൻ ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, വി ഡി സതീശൻ ചെയ്യിപ്പിച്ചു എന്നും പറയില്ല. പക്ഷേ കോൺഗ്രസ്സിനുള്ളിലെ കുറച്ച് ആൾക്കാർക്ക് ചില ഒരു കുറുമുന്നണി പോലെ കോൺഗ്രസ്സിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പിന് അത് ആവശ്യമാണ്. കാരണം അവർ വലുതാവണമെങ്കിൽ ഇവരെയൊക്കെ വകഞ്ഞ് മാറ്റി വേണം. അല്ല, മാത്രമല്ല കെ സി വേണുഗോപാലിൻ്റെ പിടി അയച്ചേ പറ്റൂ. അതും കൂടി ഇതിനകത്തൊരു ലക്ഷ്യമാണ്. അതും കൂടി വെച്ചുകൊണ്ടാണ് ബിന്ദു കൃഷ്ണയെ ആക്രമിക്കുന്നത്. ഇനിയിപ്പോൾ ബിന്ദു കൃഷ്ണ മാത്രമല്ല, മറ്റു പലരും ഈ ആക്രമണം നേരിടും. കെ സിയുമായിട്ട് വലിയ അടുപ്പം പുലർത്തുന്ന പല കോൺഗ്രസ് മന്ത്രിമാരും MLA-മാരും ഈ ആക്രമണം നേരിടും. അവിടെ ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. നോക്കിയപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ പോയി കൊടുക്ക് പണി. ഇതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. അതൊന്ന്. രണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശൻ ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ബിന്ദു കൃഷ്ണയെ പോലെയുള്ളവർ കാണാൻ പോകരുത്. നോക്കൂ, കൊല്ലം മണ്ഡലത്തിൽ ബിന്ദു ജയിച്ചത് എങ്ങനെയാണ്? അതിശക്തമായ SNDP-യുടെ പിന്തുണ ഇല്ലാതെ അവിടെ ജയിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ വർഷവും കഴിഞ്ഞ ടൈമിലും SNDP പിന്തുണ LDF-നായിരുന്നു. ഇല്ലെങ്കിൽ ഈ മുകേഷിനെ പോലെ ഒരാൾ അവിടെ ജയിക്കുമോ? ഒരിക്കലും ജയിക്കില്ല. എനിക്കറിയാം, അവിടെ SNDP-യുടെ നോമിനിയായ ഒരാൾ BDJS-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് 2016 മത്സരിച്ചപ്പോൾ 20,000-ന് പുറത്ത് വോട്ട് പിടിച്ചു. അത് കൃത്യമായിട്ട് BDJS-ന്റെ അല്ല SNDP-യുടെ കൂടെ സഹായം കൊണ്ടാണ് അത്ര വോട്ട്. ഇത്തവണ മുകേഷ് നിന്നെങ്കിൽ ഇതേ സമീപനം മുകേഷിനോട് കാണിച്ചനെ വെള്ളാപ്പള്ളി വീണ്ടും ജയിപ്പിച്ചു വിട്ടനെ. കാരണം അദ്ദേഹത്തിന് അല്ല, പക്ഷെ അത് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മുകേഷിന് ഒന്നാമത്തെ കാര്യം കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞതുകൊണ്ട് SNDP-കാർ മുഴുവനും വോട്ട് ചെയ്യുന്നല്ല. അതൊരു പിന്തുണയുണ്ടായിരുന്നു. അല്ല, ഒരു പിന്തുണയുണ്ടായിരുന്നു. അല്ല, SNDP ഒരു പൊതു ട്രെൻഡാണത്. ഇപ്പം 2001 PK ഗുരുദാസൻ വർക്കലയിൽ നിന്ന് തോറ്റു. വർക്കല കഹാറാണ് ജയിച്ചത്. അതായത് വർക്കല കഹാറിൻ്റെ അടുത്ത് നോമിനേഷൻ കൊടുക്കാൻ ഉമ്മൻചാണ്ടി അന്ന് കൺവീനറായിരുന്ന, എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി അന്ന് UDF-ന്റെ കൺവീനറായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹം കൺവീനറായിരുന്നു. എന്ന് പറഞ്ഞപ്പോൾ കഹാർ നിലവിളിച്ചു, അയ്യോ ഞാൻ തോറ്റുപോകും, എനിക്ക് കുറച്ചുകൂടെ നല്ല മണ്ഡലം തരണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. എന്നിട്ട് ഉമ്മൻചാണ്ടി പറഞ്ഞില്ല, നിങ്ങൾ കൊടുക്കൂ, ഇനി അഥവാ നിങ്ങൾ തോറ്റുപോയാലും നിങ്ങളെ ഞങ്ങൾ കൈവിടില്ല, നമുക്ക് വേണ്ടത് ചെയ്യാം എന്നെല്ലാം പറഞ്ഞ് പാർട്ടിയിൽ ഉന്നത സ്ഥാനമൊക്കെ വാഗ്ദാനം ചെയ്തു. ഇയാൾ പേടിച്ചാണ് വർക്കല കഹാർ നോമിനേഷൻ കൊടുത്തത്. റിസൾട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, കഹാർ നിലത്തെങ്ങുമായിരുന്നില്ല. കാരണം PK ഗുരുദാസൻ പൊട്ടി. അവിടെ മണ്ഡലത്തിലെ വനിതകളുടെ മാത്രമല്ല SNDP-കാർ എൻ്റെ അറിവിൽ അന്ന് SNDP-കാർ വീടാന്തരം കയറി ഇറങ്ങി LDF-ന് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞത് 2 മണ്ഡലങ്ങളിലാണ്. ഒന്ന് വർക്കലയിലും മറ്റൊന്ന് തൊടുപുഴയുമാണ്. കാരണം +2 സ്കൂൾ അനുവദിച്ചപ്പോൾ ഈ കൊല്ലം ജില്ലയിൽ SNDP-ക്ക് ഒരു സ്കൂൾ പോലും ഇല്ലാത്തൊരു സാഹചര്യം വരും എന്നായി. വെള്ളാപ്പള്ളി പൊട്ടിത്തെറിച്ചില്ലേ? നോക്കൂ, വെള്ളാപ്പള്ളിയുടെ പിന്തുണ, SNDP-യുടെ പിന്തുണ, ഈഴവ സമുദായത്തിൻ്റെ പിന്തുണ എല്ലാ കാലത്തും LDF-നായിരുന്നില്ലേ? എന്നിട്ട് ആ LDF ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ +2 കൊണ്ടുവന്നിട്ട് PJ ജോസഫ് കാണിച്ച നെറികേട്, PJ ജോസഫ് LDF-ഉം ഇവരോട് കാണിച്ച നെറികേട് ഇതായിരുന്നു. അന്ന് സ്കൂൾ കൊടുത്തപ്പോൾ SNDP-ക്ക് വലിയ പരിക്കുണ്ടായി. SNDP-ക്ക് സ്കൂളുകൾ, കാരണം ഈ പറഞ്ഞതുപോലെ
SN കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി അടർത്തി മാറ്റുന്നു. മറ്റു പല കോളേജുകളിൽ നിന്ന് ഇവർക്ക് ചെമ്പഴന്തിയിലുണ്ട്, അതുപോലെ വർക്കലയിൽ SN കോളേജുണ്ട്, കൊല്ലത്തുണ്ട്. 3 കോളേജുകളിൽ നിന്നാണ് പ്രീ ഡിഗ്രി അടർത്തി മാറ്റിയത് അല്ലേ? പകരം അത്രയും സ്കൂളുകൾ കൊടുക്കണ്ടേ? അവർക്ക് കൊടുക്കണം. കാരണം അധ്യാപകരോട് വേക്കൻ്റ് ആണ്. അധ്യാപകർ മാത്രമല്ല, വിദ്യാർത്ഥികൾ ഇത്രയും പേര് അവിടെ നിന്ന് മാറുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പ്രവേശനം കിട്ടുന്ന തരത്തിൽ അവിടെ ഈ SNDP ആയതുകൊണ്ട് തന്നെ ഈ ഈഴവ സമുദായത്തിന് മാനേജ്മെൻറ്റ് കോട്ടയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്കൂളുകൾ അവർക്ക് SN ട്രസ്റ്റിൻ്റെ കീഴിലുള്ള സ്കൂളുകൾക്ക് കൊടുക്കണ്ടേ? അത് കൊടുത്തില്ല. അതിനാണ് അത് പർപ്പസ്ഫുള്ളി പറഞ്ഞുകൊണ്ട് തന്നെ അന്ന് വെള്ളാപ്പള്ളി ആഞ്ഞടിക്കുകയായിരുന്നു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. 2001 പിന്നെ റിസൾട്ട് വന്നപ്പോൾ NSSൻ്റെ നാരായണ പണിക്കർ, ജനറൽ സെക്രട്ടറി നാരായണ പണിക്കർ പറഞ്ഞു, പിന്നെ സമദൂരം, ഞങ്ങൾ സമദൂരം പാലിച്ചു, അതിൻ്റെ റിസൾട്ടാണ് കണ്ടത്. വെള്ളാപ്പള്ളി പറഞ്ഞു ഒരു സമദൂരവും ഇല്ല, ഞങ്ങൾ UDFനാണ് വോട്ട് ചെയ്തത്, LDFനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് തന്നെയാണ് വോട്ട് ചെയ്തത്. അന്നത്തെ ഇഷ്യൂ അതാണ്. അതേ വെള്ളാപ്പള്ളി പിന്നീട് LDFുമായിട്ട് അടുത്തു, അത് വേറെ കാര്യം. പക്ഷെ അന്നത്തെ ഇഷ്യൂ അതായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് വെള്ളാപ്പള്ളി ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തു. PK ഗുരുദാസൻ തോറ്റു. പിന്നെ വർക്കലയിൽ നിന്ന് 2006 അദ്ദേഹം കൊല്ലത്ത് പോയി നിന്ന് മത്സരിച്ചാണ് ജയിച്ചത്. പിന്നെ വർക്കല നിൽക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല അദ്ദേഹത്തിന്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോഴും ഈ ബിന്ദു കൃഷ്ണയ്ക്ക്, ഞാൻ പറയണത് SNDP, വെള്ളാപ്പള്ളി നടേശൻ അവിടെ ഇരുന്ന് കണിച്ചുകുളങ്ങരയിലിരുന്ന് പറഞ്ഞു, അതുകൊണ്ട് SNDPക്കാരെല്ലാം വന്ന് വോട്ട് ചെയ്തു. അങ്ങനല്ല. ഒരു ധാർമ്മികമായ മാനസികമായ ഒരു പിന്തുണ ബിന്ദുവിന് കൊടുത്തിട്ടുണ്ടാവും. കൊടുത്തില്ലെന്ന് പറയാൻ കഴിയില്ല. വെള്ളാപ്പള്ളിക്ക് ബന്ധവും പരിചയമുള്ള കൊല്ലം മണ്ഡലത്തിൽ, അത് കൊല്ലം നഗരം ഉൾപ്പെടുന്ന കൊല്ലത്തിൻ്റെ ഹൃദയഭാഗമാണത്. അവിടെ തീർച്ചയായിട്ടും SNDPക്ക് വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി അറിയുന്ന ആൾക്കാരോടെല്ലാം പറയും നമ്മുടെ കുട്ടിയാണ്, ജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പുറത്ത് മത്സരിച്ചത് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. വാസ്തവത്തിൽ അദ്ദേഹം ജയിക്കാൻ യോഗ്യൻ തന്നെയാണ്. പിന്നെ BJP അവിടെ ഒരു പുതിയ പരീക്ഷണം നടത്തി, ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. അയാൾ കിട്ടാവുന്ന വോട്ടത്രയും BJPയുടെ വോട്ടത്രയും പിടിച്ചെടുത്തു. അപ്പോൾ ഇതെല്ലാം LDFന് അവിടെ വലിയ വെല്ലുവിളിയായി മാറി. ബിന്ദു അവിടെ ജയിക്കുകയും ചെയ്തു. അതിൻ്റെ നന്ദി കാണിക്കേണ്ടത് ബിന്ദുവിൻ്റെ കടമയാണ്. ബിന്ദു അതുകൊണ്ട് തന്നെ ആയിരിക്കും പോയത്. ധാർമ്മികമായി എനിക്ക് തെരഞ്ഞെടുപ്പിൽ പിന്തുണ തന്ന ഒരാളിനെ ഞാൻ പോയി കാണുന്നതിൽ എന്താണ് തെറ്റ്? അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളോട് യോജിപ്പുണ്ടെന്നായിരിക്കില്ല. അയാൾ പറയുന്ന ചില കാര്യങ്ങളോട് വിയോജിപ്പുണ്ടാവും. പിന്നെ G സുധാകരനോട് ചോദിച്ചല്ലോ, ഇത് G സുധാകരനെതിരെ സൈബർ ആക്രമണം നടത്തിയല്ലോ, വന്നല്ലോ. G സുധാകരൻ ഒറ്റ മറുപടി കൊണ്ട് അത് പൊളിച്ച് കൈ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ സോഷ്യൽ മീഡിയക്കകത്ത് പോസ്റ്റ് ഇടാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ, മാധ്യമങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ആ പോസ്റ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ അദ്ദേഹത്തെ പോയി കാണും. ഞാൻ അദ്ദേഹത്തെ മാത്രമല്ല കണ്ടത്, പാണക്കാട് പോയി തങ്ങളെ കണ്ടില്ലേ? അതെനിക്ക് ധാർമ്മികമായി പിന്തുണ നൽകിയത് കൊണ്ടാണ്. എല്ലാ വിഭാഗം BJPക്കാരെനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ CPMകാർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വാക്ക് കൂടി പറയുന്നുണ്ട് അവസാനമായിട്ട്, ഞാൻ സ്വതന്ത്ര MLA ആണ്. ഞാൻ സ്വതന്ത്ര, അത് ഇന്നലെ നിയമസഭയിലും പറഞ്ഞു. ഞാൻ സ്വതന്ത്ര MLA ആണ്. ഇന്നലെ നിയമസഭയിൽ പിണറായിയെ വലിച്ചു കീറി ഒട്ടിച്ചു. അവിടെ മുഴുവനും പറഞ്ഞത് CPM തിരുത്തണമെന്ന് പറഞ്ഞത്, അതിനകത്ത് ഓരോ വരിയിലും പിണറായിക്കുള്ള ആണിയാണ് അടിച്ചുകൊണ്ടിരുന്നത്. ഓരോ വരിയിലും തുടങ്ങിയതേ ഉള്ളൂ. അതായത് പിന്നെ താൻ പോരിമയും അഹങ്കാരവും ധാർഷ്ട്യവും ഉള്ള നേതാവ് കാരണമാണ് LDFും CPMും തോറ്റത്. ട്രഷറി ബെഞ്ചിന് എളുപ്പമായില്ലേ? അതെ, വലിയ എന്ന് വെച്ചാൽ ഒരു മനുഷ്യരതിന് മറുപടി പറഞ്ഞില്ലല്ലോ. ഒറ്റ മനുഷ്യർ G സുധാകരൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ എണീച്ചില്ലല്ലോ. സജി ചെറിയാനൊക്കെ പേര് പറഞ്ഞാണ് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. അതായത് പേര് പറഞ്ഞിട്ട് ആളെ ആക്ഷേപിക്കുകയോ അപമാനിക്കുകയൊന്നുമല്ല ചെയ്തത്. സജി ചെറിയാൻ്റെ മണ്ഡലത്തിൽ സജി ചെറിയാനുമായി ബന്ധപ്പെട്ട് ഇന്ന കാര്യം പണ്ടിങ്ങനെ നടന്നിട്ടുണ്ട്, അത് അന്നത് പാർട്ടിക്ക് ഗുണം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഇന്ന് അങ്ങനെ ചെയ്യുന്നില്ല, അതിൻ്റെ ഗുണവും കിട്ടുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. അത്ര ഭംഗിയായിട്ട് G സുധാകരൻ. അപ്പോൾ G സുധാകരൻ്റെ അടുത്ത് G സുധാകരനെ ആക്രമിച്ച സൈബർ കൊങ്ങികളെല്ലാം അത് നിർത്തി. കാരണം സുധാകരൻ നല്ല മറുപടി കൊടുത്തു, അതോടുകൂടി അത് നിന്നു. പാവം ബിന്ദു കൃഷ്ണ അങ്ങനെ അത്ര ഭംഗിയായിട്ട് മറുപടി കൊടുക്കാൻ അറിയുന്ന ഒരാളല്ല, അല്ലെങ്കിൽ അവരങ്ങനെ കൊടുക്കില്ല. കാരണം UDF സർക്കാരിനെ ജയിപ്പിച്ചെടുക്കണില്ല. UDFനെ സർക്കാരിലേക്ക് കൊണ്ടുവരാൻ സൈബർ ഒരു ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ പ്രചരണം വളരെ നന്നായിട്ട് ഫലവത്തായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷവും അതേ മനസ്സോടെ ഇവർ മന്ത്രിമാരെല്ലാം പ്രതിപക്ഷത്തുള്ളവരാണെന്നുള്ള മനസ്സോടെ ഈ സൈബർ ആക്രമണം
തുടർന്നാൽ അത് ഇനി എങ്ങനെ വന്നാലും അത് കോൺഗ്രസ് സർക്കാർ മുന്നോട്ടുള്ള പോക്കിന് കോൺഗ്രസിന് വലിയ ദോഷം ചെയ്യുക. അതെന്താണെന്നറിയാമോ, ഇത്തരം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ പുറകിൽ ബിന്ദുവിനെ മാനസികമായിട്ട് തകർക്കുക, ഇതൊരു വലിയ ചർച്ചയാക്കുക, വിവാദമാക്കുക. അപ്പോൾ എങ്ങാനും ബിന്ദു രാജിവെച്ച് പോയാൽ വേറെ ചാൻസ് ഉള്ള ആൾ പറയാൻ നിൽക്കുകയാണ്. അവർക്കും താല്പര്യമുണ്ട്, അവരും അതുകൊണ്ട് ഈ ബുള്ളിങ്ങിനെ പ്രോത്സാഹിപ്പിക്കും. പണ്ട് വ്യാജരേഖ സിംഗിനായിരുന്നു. അതെ തോമസിനെ ഇറക്കിയിട്ട് കയറാൻ വേണ്ടിയിട്ടായിരുന്നു. അതെ അതെ. അതിന് ഇപ്പോൾ അതിന്റെ പുതിയ വെർഷൻസ്, അതിന് മാധ്യമങ്ങളെ അടക്കം ദുരുപയോഗം ചെയ്തു. അതിന്റെ പുതിയ വെർഷൻസ് ആണ് ഈ കാണുന്നത്. ഈ സൈബർ ബുള്ളിങ് എനിക്ക് തോന്നുന്നു ബിന്ദു ഇതിനെ വകവെച്ചിട്ടില്ലെന്ന് തോന്നുന്നു. വളരെ നന്നായി അവരതിനെ മുഴുവനായിട്ട് അവഗണിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓരോ കോൺഗ്രസ് മന്ത്രിമാരുടെയും പിന്നിൽ ഒരു ഇങ്ങനെ ഒരു പിൻഗാമി കാണുമായിരിക്കും. ഞാനാണ് അടുത്ത്, ഈ മന്ത്രി ഇറങ്ങിയാൽ അടുത്തത് ഞാനാകും. അത് സമവാക്യങ്ങളെല്ലാം കണക്ക് കൂട്ടി ജാതി, മത, രാഷ്ട്രീയ സമവാക്യങ്ങൾ, പ്രാദേശിക ഇതെല്ലാം കണക്കൂട്ടിയിരിക്കുകയാണ്. അപ്പൊ ഈ വ്യക്തി ഇപ്പം ഒരാൾ മന്ത്രിയായപ്പോൾ, ഇപ്പം തിരുവഞ്ചൂർ രാജ സ്പീക്കർ ആയപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു മന്ത്രി, മറ്റേ കോൺഗ്രസ് എന്നുള്ള ശബരിനാഥ് അല്ലല്ലോ, നമ്മുടെ PC വിഷ്ണു മന്ത്രിയായപ്പോൾ റണ്ണറപ്പായി. അതായത് ഒന്ന് പിന്നെ തള്ളപ്പെട്ട ജില്ലയിൽ നിന്ന് ഇപ്പം മന്ത്രിമാരുടെ എണ്ണം കൂടുതലാണ്. കൂടി. അതെ. അപ്പൊ അതിന് പണി വെക്കാനായിട്ട് ഇവരെല്ലാം നിൽക്കുകയായിരിക്കും. ഈ മന്ത്രി PC ഇറങ്ങി അതിന്റെ കൂട്ടത്തിൽ ഇച്ചിരി വർഗീയത കൂടെ കലർത്തി. അതായത് വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോയത് എന്തോ ഗുരുതരമായ ഒരു കുറ്റം. പാണക്കാട് തങ്ങളെ കാണാൻ പോയാൽ അത് മഹത്തരമായ ഒരു കൃത്യം. ഇത് പറഞ്ഞാൽ അവിടെ കൈയടി കിട്ടും. ഇത് ലീഗിന്റെ സൈബർ സുഹൃത്തുക്കളുണ്ട്, അവര് മുഴുവനും പിന്തുണയ്ക്കും. മറ്റേ റീച്ച് കൂടും. യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വളരെ കൃത്യമായിട്ട് അത് ഒന്ന് കേരളത്തിലെ ഡെമോഗ്രഫി മാറിയിരിക്കുന്നു. കണ്ടില്ല എനിക്ക് ഇത്ര ലൈക്ക് ജനസംഖ്യ മാറിയിരിക്കുന്നു, ജനസംഖ്യാനുപാതം മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും മുസ്ലിം വോട്ടിന് വലിയ സ്വാധീനമുണ്ട്. കേരളത്തിൽ ആരെ ജയിക്കണം, ആര് തോൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ അവർക്കൊരു ഇതുണ്ട്. ഇത് ഒന്നാമത് നിയന്ത്രിക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. രണ്ടാമത് ലീഗിനും അതിൽ പങ്കുണ്ട്. ലീഗ് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത്. അത് വലിയ അപകടം ചെയ്യും എന്നുള്ള കാര്യം സത്യമാണ്. പിന്നെ ഇത് പ്രോത്സാഹിപ്പിക്കാൻ അപ്പുറത്ത് ഈ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചാതിയൻ കുറുക്കൻ്റെ ആ ദുഷ്ടലാക്കോടുകൂടി CPM കണ്ണും കാതും തുറന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസും ഇവരും ലീഗും അടങ്ങുന്ന UDF വളരെ സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകേണ്ടത്. മലർന്നു കിടന്ന് തുപ്പരുത് യൂത്ത് കോൺഗ്രസ്. അത് യൂത്ത് കോൺഗ്രസ്സിന് ഒട്ടും നല്ലതല്ല. അവസരം വരുമ്പോൾ അർഹരായവർക്ക് തീർച്ചയായിട്ടും പ്രാധാന്യം ലഭിക്കും, അവർക്ക് പ്രാതിനിധ്യം ഉണ്ടാകും. അത് ഏത് ജനപ്രതിനിധി ആകാനാണോ അവർക്ക് യോഗ്യത, ആ മേഖലയിലേക്ക് അവർ കയറി വരും. പക്ഷെ അതിൻ്റെ പേരിൽ ബിന്ദു കൃഷ്ണയെ പോലെയുള്ളവരെ വേട്ടയാടുന്നത് നല്ലതല്ല. അതും വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ വേട്ടയാടുന്നത് ലീഗിനെ വളർത്തുകയും ലീഗിനെ കൂടുതൽ വർഗീയമാക്കുകയും ലീഗിനെ കൂടുതൽ ആക്രമണോത്സുകരാക്കി മാറ്റുകയും ചെയ്യാൻ മാത്രമേ അത് സഹായിക്കൂ.